ഇന്നത്തെ ദിവസം ഇങ്ങനെ മൊത്തം വെറുതെ സമയം കളഞ്ഞു എന്ന് പറയുക. കുറേ നേരം കുട്ടികളുടെ കൂടെ കളിച്ചു, പിന്നെ അങ്ങനെ ഫോൺ നോക്കിയിരുന്നു. അങ്ങനെ എൻ്റെ പണികൾ ഫുള്ള് തീരുമ്പോഴേക്കും ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ അതേ രാവിലെ തന്നെ ആര്യൻ്റെ ഫൈറ്റർ ജെറ്റായിട്ട് കളിച്ചിട്ട് അത് മേലെ പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാനെടുത്ത് ഓടിച്ച് വയ്ക്കാൻ എനിക്ക് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അറിയാത്തതുകൊണ്ട് തന്നെ അത് പറന്നിട്ട് അതിൻ്റെ മേലെ പോയിരുന്നു. പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ കയറിയത്. അങ്ങനെ ഫൈറ്റർ ജെറ്റ് എടുത്തു കൊടുത്ത് പിന്നെ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ ബാറ്ററി കാണാനില്ലെന്ന് അറിയണത്. അപ്പോൾ വീണ്ടും ബാറ്ററി നോക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ബാറ്ററി അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഞാൻ വീണ്ടും വന്നിട്ട് ഞാൻ തന്നെ അത് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ആ സംഭവം കളിക്കാൻ നല്ല ഇഷ്ടമായി. അപ്പോൾ ആരും എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് തായോങ്ങി ഞാൻ കളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത് കൊടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനതായിട്ട് അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് സീമോളും പിന്നെ അതിൻ്റെ പിന്നാലെ അങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. ഒരു ഫാൻ കൂടി കാണാനില്ല. ഒരു ഫാൻ അതിൻ്റെ ഇവിടെ തന്നെ വീണുണ്ടാവും. അത് എടുക്കണം. സിമോള് ചെരുപ്പിട്ടിട്ട് നടക്കുകയല്ലേ വേണ്ടത് സിമോള? ഞാനൊരു പ്രാവശ്യം കൂടി വരാം പ്ലീസ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ്. എനിക്ക് ഈ സംഭവം പറത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ ആരിൻ്റെ അടുത്ത് സോപ്പ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി കളിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള. കുറേ നേരമായി ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇത് സത്യത്തിൽ ഞാൻ മുന്നോട്ട് ഓടിക്കുമ്പോൾ അത് ബാക്കോട്ടാണ് പോണത്. എനിക്കതിൻ്റെ കൺട്രോൾ ചെയ്യേണ്ട സംഭവം ശരിക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കളിച്ചിട്ടൊരു ഹരം കയറില്ലേ, അതുപോലെയായിരുന്നു. പിന്നെ അത് അവസാനം അതിൻ്റെ ചാർജ് തീർന്നു. അതുവരെ ഞാനാണ് കളിച്ചുള്ളത്. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ഓടിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ സേമോളൊന്ന് മേലെന്ന് സൈക്കിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് അവൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി അവളെ തന്നെ നോക്കിയിട്ട് ഒരാളിരിക്കണം. വല്ല നായ്ക്കളും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പുറത്ത് കുട്ടികളെ തന്നെ ഒറ്റയ്ക്ക് വിടാറില്ല കേട്ടോ. അപ്പോൾ ആര്യനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ എനിക്ക് അടിച്ചോരാനും തുടയ്ക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അകത്തേക്ക് പോവുക കേട്ടോ. ആര്യനെ കാത്തിട്ടാണ് കേട്ടോ ഞാൻ ഉമ്മർത്ത് നിൽക്കണത്. ആര്യ അവൻ്റെ കളിക്കുന്ന സംഭവം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതും കാത്തിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കണത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഫോണിൽ നോക്കുമ്പോൾ എൻ്റെ പിരികം ത്രെഡ് ചെയ്തിട്ട് ആ ഭാഗം മൊത്തം ഇങ്ങനെ മുറിയായിട്ടുണ്ട്. ഇതെല്ലാ പ്രാവശ്യം പിരികം ത്രെഡ് ചെയ്താലും എനിക്കിങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് നിൽക്കുക. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയൊരു കല്യാണം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോഴേക്കും അതൊക്കെ കംപ്ലീറ്റ് മാറിയാൽ മതിയായിരുന്നു. പിന്നെ അതേ റൂമിലേക്ക് വന്നപ്പോൾ റൂമിലാകെ കിടന്ന് എണീറ്റ് പോയ അവസ്ഥയിൽ തന്നെയാണ്. റൂമിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടൊക്കെ എടുക്കണത്. ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് മടക്കിയൊക്കെ വെക്കണം. എന്നിട്ട് ഇവിടെ അടിച്ചൊരു വൃത്തിയാക്കണം. ആരും റൂം മാറി കിടക്കുക. അപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പുറത്തെ റൂമിൽ ഇപ്പോൾ കിടക്കുകയില്ല. അപ്പോൾ അതേ ആരും കിടന്ന് എണീറ്റിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ ഷീറ്റും തലോണിയും എല്ലാതും അങ്ങനെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ബ്ലാങ്കറ്റൊക്കെ മടക്കിയിട്ട് അവൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ബ്ലാങ്കറ്റും തലോണിയൊക്കെ ഞാനാണ് മടക്കി വയ്ക്കുന്നത്. ബ്ലാങ്കറ്റ് അല്ലെങ്കിലും അവന് മടക്കാൻ വയ്ക്കില്ല, അത്രയും വലുതല്ലേ. അവൻ്റെ ഡ്രസ്സും ഇതൊക്കെ അവൻ മടക്കി വയ്ക്കുന്നല്ലാതെ ബ്ലാങ്കറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും മടക്കാറില്ല. അപ്പോൾ ഞാൻ അതൊക്കെ മടക്കിയിട്ട് അവൻ്റെ കയ്യിൽ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. ഇങ്ങനെ അവനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നും അവൻ്റെ പിന്നാലെ ഇങ്ങനെ പറഞ്ഞ് നടക്കണം കേട്ടോ. ഇത് ചെയ്യടാ അത് ചെയ്യടാന്നൊക്കെ അങ്ങനെ പറഞ്ഞാലേ അവൻ ചെയ്യുള്ളൂ. അല്ലാതെ അവനെ ഇങ്ങനെ ഓർമ്മ വെച്ചിട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാതും മടക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടിച്ചൊരു ക്ലീൻ ചെയ്യണം കേട്ടോ. ഒന്നിപ്പോൾ തുടയ്ക്കും കൂടി ചെയ്യണ ദിവസമാണ്. അപ്പം ഇനി അതും കൂടി ചെയ്യണം. എന്നാലേ എനിക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഇങ്ങനെ അടിച്ചു വരുന്ന ദിവസം എല്ലാ കർട്ടനും അതുപോലെ ജനലും എല്ലാ ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ പൊടി തട്ടു കേട്ടോ. മിക്കപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഇല്ല വെച്ചെങ്കിൽ ഇങ്ങനെ ജനലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ നൂല് പോലെ മാറാതെ നിൽക്കണ കാണാം. എങ്ങനെ അത് വരുന്നതെന്ന് അറിയില്ല. എട്ടുകാലിനെ കാണാറുണ്ട്, കുഞ്ഞു എട്ടുകാലി. ആ എട്ടുകാലിയാണോ അത് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ തട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വിടുകയാണ് കേട്ടോ. അവിടെയൊക്കെ റൂം ഇതാ അങ്ങനെ ഒരു വിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. റൂമിൽ നിന്ന് അടിച്ചൊരു കിട്ടിയത് തന്നെ അത്യാവശ്യത്തിലധികം വേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മേലെ കൊടുന്നിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ മേലെന്ന് ഇന്നലെ ഇട്ടിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കൊണ്ടുപോകാനുണ്ട്. താഴെ അഴ കെട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരുപാട് ഡ്രസ്സുള്ളപ്പോൾ ഞാൻ മേലെ കൊടുന്നിട്ടാണ് ഇടാറുള്ളത്. താഴെ ഇങ്ങനെ അത്ര അധികം ഇടാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അഴ കെട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അഴ മേലെ ഇങ്ങനെ കുറേ കെട്ടിയിട്ടുള്ള കാരണം പിന്നെ ഇവിടെ തന്നെയാണ് കൊടുന്നിടാറ്. മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ചകിരിയും ചിരട്ടയൊക്കെ ഞാൻ മേലെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ചിരട്ട ഇപ്പോൾ വിറ്റിട്ടുണ്ട് വെച്ചെങ്കിൽ പൈസ കിട്ടും. എന്നോട് ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർ, വേസ്റ്റ് അല്ല പ്ലാസ്റ്റിക്കും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിരട്ട. പിന്നെ ഞാനിങ്ങനെ മേലെ കൊടുന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ടിരിക്കില്ലേ, എണ്ണീട്ടൊക്കെ വേണം. ഒരു ചിരട്ടയ്ക്ക് 1 രൂപ വെച്ചിട്ട് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് വെക്കണം.
ഞാനൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ റെസിപ്പി നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷേ അതൊന്നും നോക്കാതെ ഞാൻ വിജയുടെ സത്യപ്രതിജ്ഞയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ നല്ല രസം, ഒരു എന്താ പറയുക, നമ്മളൊക്കെ അത്രയും സിനിമയൊക്കെ കണ്ടിട്ട് ആരാധിച്ചുള്ള ഒരാളല്ലേ, ആൾ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുക. അങ്ങനെ ഫോൺ നോക്കിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ സീമോളുടെ സൗണ്ടൊന്നും കേൾക്കാതെയപ്പോൾ ഞാൻ വന്ന് നോക്കുക എന്താ കുട്ടി ഉറങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നല്ല ഉറക്കമായിട്ടുണ്ട് ആൾ. രാവിലെ അടിച്ചോരൽ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതേ ഉച്ചയ്ക്ക് ചോറിനലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട് കേട്ടോ തുടയ്ക്കുമ്പോൾ. അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കുട്ടികളുടെ കൂടെ കളിച്ചിട്ടും പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്ന് പിന്നെ വെറുതെ ഇരുന്ന് അങ്ങനെ എൻ്റെ സമയം ഒരുപാട് പോയിട്ടുണ്ട് കേട്ടന്ന്.